ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ കോസ്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 3 കോൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: കെയ്സൺ കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ആദ്യമായിട്ട് എന്താണ് കെയ്സൺ കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. കെയ്സൺ എന്ന വേർഡിൻ്റെ മീനിങ് ചേഞ്ച് ഫോർ ബെറ്റർ എന്നാണ്. അതായത് ബെറ്റർ ചേഞ്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് ഒരു ഡ്രാസ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരൽ സാധ്യമല്ല, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ല. പക്ഷേ അതിന് പകരം നമ്മൾ നൽകേണ്ടത് എന്താണ്? 1 by 1 ആയിട്ട് ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ്. സോ കെയ്സൺ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കെയ്സൺ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റിലാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എൻറ്റയർ പ്രോസസ്സിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ല. അതിന് പകരം നമ്മൾ കെയ്സൺ കോസ്റ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നത് ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എന്നാൽ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും, എല്ലാ പീപ്പിൾസിനെയും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും, എല്ലാ പ്രോസസ്സുകളെയും, എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാറ്റിലും ഗ്രാജുവലായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് കെയ്സൺ കോസ്റ്റിങ്ങിൻ്റെ അതിൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് കെയ്സൺ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വലിയ ഒരു ചേഞ്ച്, ഒരു ബെറ്റർ ചേഞ്ച് നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓർഗനൈസേഷനിലെ വേസ്റ്റ് മിനിമൈസേഷനും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള പിന്നെ മൂവ്മെൻറ്റുകൾ, അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ കെയ്സൺ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓർഗനൈസേഷനിൽ കെയ്സൺ കോസ്റ്റിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അത് ഫസ്റ്റ് വൺ എവ്രി വൺ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എവ്രിവെയർ, ആൻഡ് തേർഡ് വൺ ഈസ് എവ്രി ടൈം. അതായത് എവ്രി വൺ ഈസ് ടു ബി ഇൻക്ലൂഡഡ്. എല്ലാ ആളുകളെയും നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, എല്ലാ പാർട്ടീസിനെയും എല്ലാ പ്രോസസ്സുകളെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എവ്രിവെയർ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലായിടത്തും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എവ്രി ടൈം ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. എല്ലാ സമയത്തും, അതായത് ഇറ്റ് ഈസ് നെവർ എൻഡിങ്. അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, എല്ലാ സമയത്തും നമ്മൾ എടുക്കേണ്ടതാണ്. ഇന്നെടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ എടുക്കേണ്ടത്. ഈ മന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് കൊണ്ടുവന്നാൽ അടുത്ത മന്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. സോ എവ്രി ടൈം, എവ്രിവെയർ, എവ്രി വൺ, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കെയ്സൺ കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് 5S അപ്രോച്ച്. നമ്മൾ ഈ ഒരു കെയ്സൺ കോസ്റ്റിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഈ 5Sലൂടെ പറയുന്നത്. ഈ 5 വേർഡ്സും ജാപ്പനീസ് വേർഡ്സാണ്. അതിൽ ഫസ്റ്റ് വൺ സേരി. സേരി എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് എന്നുള്ളതാണ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് അൺനെസസറി ഐറ്റംസ് ആൻഡ് അൺനെസസറി മോഷൻസ് ഓർ അൺനെസസറി ആക്ടിവിറ്റീസ്. അതാണ് സേരി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒരു റെഡ് ടാഗ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് C2 എന്നുള്ളതാണ്. അതായത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് എന്നുള്ളത്. ദാറ്റ് മീൻസ് ഫൈൻഡിങ് പ്ലേസ് ഫോർ ഈച്ച് ഐറ്റം, ഫൈൻഡിങ് സ്യൂട്ടബിൾ പ്ലേസ്, പ്രോപ്പർ പ്ലേസ്. നമുക്ക് അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ഐറ്റംസിനെ, ആ ഒരു മെഷീൻസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സീസോ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഷെയ്നിങ് ആൻഡ് ക്ലീനിങ്. അതായത് നമ്മുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് 3ാമത്തെ അപ്രോച്ച്. ദെൻ 4ാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് സീക്കിറ്റ്സു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡർഡൈസിങ്. സ്റ്റാൻഡർഡൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മെത്തേഡ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോസസ്സുകൾ എല്ലാം എന്താ പറയുക? സിമിലർ ആയിരിക്കണം. മീൻസ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസിങ് മെത്തേഡ്സ് ഒരു സ്റ്റാൻഡർഡൈസിങ് നമ്മൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം എന്നുള്ളതാണ് 4ാമത്തെ ഒരു അപ്രോച്ചായിട്ട് പറയുന്നത്. ഇതിന് 5ാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഷിറ്റ്സുക്കെ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സസ്റ്റൈനിങ്. അതായത് നമ്മൾ 4 അപ്രോച്ചിലൂടെ 4Sലൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു ഓപ്പറേഷൻ വേ ഉണ്ട്. ആ വേയിൽ നിന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് താഴേക്ക് ഡിക്ലൈനിങ്ങിലേക്ക് പോകരുത്. ഒരിക്കലും നമ്മൾ ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ സോർട്ടിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ, അതുപോലെ തന്നെ സീറ്റോയിലും അതുപോലെ സീസോയിലും സീക്കറ്റ്സൂലും എല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ്, ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ആ ഒരു ക്വാളിറ്റി ഒരിക്കലും എന്ത് ചെയ്യരുത്, നമുക്കൊരിക്കലും ഡിക്ലൈനിങ് വരാൻ പാടില്ല എന്നുള്ളതാണ് 5ാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ 5 അപ്രോച്ചുകൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കേസ് ആൻഡ് കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ടൂൾസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കേസ് ആൻഡ് കോസ്റ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ പാരറ്റോ ചാർട്ട്. പാരറ്റോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഫാക്ടേഴ്സിൽ നിന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് പാരറ്റോ ചാർട്ട് എന്ന് പറയുന്നത്. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അൺനെസസറി ആയിട്ടുള്ള, അതായത് ചില മൂവ്മെൻറ്റുകൾ, ചില ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവോയ്ഡ് ചെയ്യാൻ കഴിയും. സോ ആ ആക്ടിവിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് പാരറ്റോ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സിനെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് പാരറ്റോ ചാർട്ട് എന്ന് പറയും. ദെൻ കൺട്രോൾ ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ ചാർട്ട്സ് ആണ്. ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കൺട്രോൾ ചാർട്ട്സ് ഉണ്ട്. R ബാർ ചാർട്ട്, അതുപോലെ C ബാർ ചാർട്ട് തുടങ്ങിയിട്ടുള്ള ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കേസ് ആൻഡ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന. ദെൻ ഫ്ലോ ചാർട്ട്സ് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് സീക്വൻസ്, പ്രോസസ്സുകളുടെ സീക്വൻസ്, ആ ഓർഡർ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സോ ആ രീതിയിലുള്ള ആ ഒരു ഫ്ലോ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ഫ്ലോ ചാർട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ചെക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ചെക്ക് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ആ ഇവൻറ്റ് ഉണ്ടാവാനുള്ള കോസസും, അതുപോലെ തന്നെ ആ ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എഫക്റ്റുകളും, കോസുകളും എഫക്റ്റുകളെയും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സിംറ്റംസിൽ നിന്നും കോസസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഒരു ടൂളാണ് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള ടൂളാണ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പിംഗ് ആണ്. സ്ട്രാറ്റാസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കുക. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കോസസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, സൂട്ടബിൾ കാറ്റഗറീസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ടുള്ളതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ നെക്സ്റ്റ് റൺ ചാർട്ടാണ്. റൺ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് റൺ ചാർട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കേസ് ആൻഡ് കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ നെക്സ്റ്റ്, പ്രോസസ് ഓഫ് കേസ് ആൻഡ് കോസ്റ്റിംഗ്. എങ്ങനെയാണ്, ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ് കേസ് ആൻഡ് കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളിലൂടെയാണിത്. ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സ്റ്റെപ്പുകളിലൂടെയാണ് കേസ് ആൻഡ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, ദാറ്റ് ഈസ് PDCA. ദെൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പ് കേസ് ആൻഡ് പ്ലാൻ. നമ്മൾ നല്ലൊരു കേസ് ആൻഡ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഡെവലപ്പ് കേസ് ആൻഡ് പ്ലാൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് 5 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഒരു കേസ് ആൻഡ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ടൂൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പാരറ്റോ ചാർട്ട്, അതുപോലെ കൺട്രോൾ ചാർട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ആ പ്രോബ്ലത്തെ നമ്മൾ അതിൻ്റെ കോസുകളെ കുറിച്ച്, അതിൻ്റെ പിന്നെ സിംറ്റംസിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ നമുക്ക് ആ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ 5 സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കേസ് ആൻഡ് പ്ലാൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഫൈൻഡ് പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ഡിഫൈൻ ചെയ്യുന്നു, ആൻഡ് ഡോക്യുമെൻ്റ് ദി കറൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ ആ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ദെൻ നമ്മൾ ഐഡിയൽ സിറ്റുവേഷൻ, അതായത് നമ്മുടെ ഈ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. സോ നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കി ആ പ്രോബ്ലത്തിലെ സൊല്യൂഷൻ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ദെൻ ബ്രെയിൻ സ്റ്റോംസ് സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. നമ്മൾ ആ പ്രോബ്ലത്തിലേക്കുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളിലൂടെ, ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക. സോ നമുക്ക് നല്ലൊരു കേസ് ആൻഡ് പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ദി പ്ലാൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു.
പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരിക്കലും നമുക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഗ്രാജുവലി വളരെ സ്ലോ ആയിട്ടായിരിക്കാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ സ്ലോ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇംപ്ലിമെൻറ്റേഷൻ, ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നത് വലിയൊരു എന്താ പറയുക ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്നത്. സോ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചെക്ക് ദി ആക്ഷൻ പ്ലാൻ. നമ്മൾ ആക്ഷൻ പ്ലാന് ചെക്ക് ചെയ്യുന്നു, അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പാരിസൺ നടത്തി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു. ദെൻ ആ കമ്പാരിസണിൽ നമ്മൾ എന്തെങ്കിലും എറേഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്ഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് സ്റ്റേജിലേക്ക് പോകാം, ദാറ്റ് ഈസ് ആക്ട്. അതായത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നു, മോഡിഫിക്കേഷൻ, അതായത് പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം അല്ലെങ്കിൽ മെത്തേഡ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്ച്വലി അതെന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് നമ്മുടെ കെയ്സൻ കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കെയ്സൻ കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും കെയ്സൻ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഫസ്റ്റ് വൺ പറയുന്നത് കെയ്സൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് റിഡക്ഷൻ കോൺസെപ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളിംഗ് ആണ്. സോ റിഡക്ഷനും കൺട്രോളിംഗും ആണ്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് കെയ്സൻ കോസ്റ്റിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അസ്യൂം ചെയ്യുന്ന കറൻറ്റ് മാനുഫാക്ചറിങ് കണ്ടീഷൻസിനാണ്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കറൻറ്റ് മാനുഫാക്ചറിങ് കണ്ടീഷൻസ് ആണ്. മറ്റതിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ് മാനുഫാക്ചറിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് അച്ചീവ് കോസ്റ്റ് റിഡക്ഷൻ ടാർഗറ്റ്സ്. കെയ്സൻ കോസ്റ്റിംഗ് അച്ചീവ് ചെയ്യുന്ന കോസ്റ്റ് റിഡക്ഷൻ ടാർഗറ്റ്സ് ആണ്. മറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. അവർ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ കോസ്റ്റ് റിഡക്ഷൻ ടാർഗറ്റ്സ് ആർ സെറ്റ് ആൻഡ് അപ്ലൈഡ് മന്ത്ലി ആണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റുകൾ അവർ സെറ്റ് ചെയ്യുന്നത്. അതായത് കെയ്സൻ കോസ്റ്റിങ്ങിൽ അവർ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ആനുവലി ആണ് അല്ലെങ്കിൽ സെമി ആനുവലി ആണ് എന്ത് ചെയ്യുന്നത്, അവർ സെറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് വരും അല്ലേ. നമ്മൾ ഓരോ ഇയർലിയും അതുപോലെ തന്നെ ഇയർലി സെറ്റ് ചെയ്യുന്നതും മന്ത്ലി സെറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് എന്ത് ചെയ്യും ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് വേരിയൻസ് അനാലിസിസ് നടത്തുന്നതാണ്. കെയ്സൻ കോസ്റ്റിംഗ് അനാലിസിസ് നടത്തുന്നത് കെയ്സൻ കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അനാലിസിസിൽ നടത്തുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അനാലിസിസ് നടത്തുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഒരു വേരിയൻസ് അനാലിസിസ് ആണ് നടത്തുന്നത്. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റെസ്പോണ്ട് വെൻ ടാർഗറ്റ് കേസൻ എമൗണ്ട്സ് ആർ നോട്ട് അച്ചീവ്ഡ്. അതായത് ടാർഗറ്റ് കേസൻ എമൗണ്ട്സ് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പുറത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കേസൻ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് കേസൻ കോസ്റ്റിംഗ്. നമ്മൾ കേസൻ കോസ്റ്റിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റാണ് ഒരു ഓർഗനൈസേഷന് കിട്ടുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സിൻ്റെ ആണ്. നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റിലല്ല ഫോക്കസ് ചെയ്യുന്നത്, പ്രോസസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഓർഗനൈസേഷനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റേക്സ് വരാതെ നമുക്ക് ആ പ്രോസസ്സുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഓൾ പീപ്പിൾ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ഗെറ്റ് സെർട്ടൻ റെസ്പോൺസിബിലിറ്റീസ്. അതായത് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിന്നെ കേസൻ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷനിലെ എല്ലാ പീപ്പിൾസിനും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും പർപ്പസ്ഫുൾനെസ്സിലോടുകൂടി പർപ്പസ്ഫുള്ളായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു മാനുഫാക്ചറിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല, എൻ്റയർ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസിൻ്റെ എല്ലാവരും കൃത്യമായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത് ബെനിഫിറ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എററുകളുടെ സാധ്യത കുറവാണ് അല്ലേ. എററുകൾ ഉണ്ടാവാനുള്ള സാധ്യത ചാൻസ് എന്ന് പറയുന്നത് സ്കോപ്പ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ഇൻസ്പെക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീം വർക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എൻ്റെ ടീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കേസൻ കോസ്റ്റിംഗ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. കാരണം കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ദെൻ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് ഓഫ് ദി കമ്പനി ആർ ഐഡൻറ്റിഫൈഡ് easily and there are systems to ensure that these goals are achieved. അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസ് ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ കമ്പനിയുടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കേസൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു മന്ത്ലി ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതല്ലേ, മന്ത്ലി ആണ് നമ്മൾ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ നമുക്ക് ആ ഒരു മന്ത്ലി പ്രിപ്പറേഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയും. ലിമിറ്റേഷൻസ് ഓഫ് കേസൻ കോസ്റ്റിംഗ്. കേസൻ കോസ്റ്റിൻ്റെ
കേസൻ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് റെസിസ്റ്റൻസ് ആണ്. അതായത് ഇത് നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലായിരിക്കും അവർ പ്രോസസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെത്തേഡ്സ് അവർ ഫോളോ ചെയ്യുന്ന അവരുടെ ഫങ്ഷൻസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അവിടെ നമ്മൾ ഗ്രാജുവലായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ, പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടാമതായിട്ട് പറയുന്നത് ഇതിന് വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരിക്കലും മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് ഒരിക്കലും ഇതിൽ കാണാൻ സാധിച്ചോളണമെന്നില്ല എന്നുള്ളതാണ്. സോ അവർ പല ആളുകളും എന്ത് ചെയ്യാറില്ല, ഈ ഒരു കേസൻ കോസ്റ്റിങ്ങിനെ ബിലീവ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇതൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് അല്ലെങ്കിൽ നല്ലൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എന്നുള്ളത് പല ആളുകളും ഇത് അക്സെപ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാവുന്നതാണ്. ഇത്രയാണ് കേസൻ കോസ്റ്റിംഗിൽ പറയുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്തെന്നുള്ളത് നോക്കാം. സാധാരണ ഒരു ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അവരുടെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എത്രമാത്രം കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് അതിലേക്ക് ആഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ 7 രൂപക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ 7 രൂപക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് 3 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്ത് 10 രൂപക്ക് അത് സെല്ല് ചെയ്യുന്നത്. എന്നാൽ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ എക്സാമ്പിൾ പറയാം, ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് മിനറൽ വാട്ടർ കമ്പനീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെല്ലാം സെല്ല് ചെയ്യുന്നത് ഒരു എന്താ പറയുക സെയിം എമൗണ്ടിലാണ്, സെയിം പ്രൈസിലാണ് അവരെല്ലാം അത് സെല്ല് ചെയ്യുന്നത് അല്ലേ. സപ്പോസ് 20 രൂപയാണെന്ന് വിചാരിക്കാം. സോ ആ 20 രൂപക്ക് നമ്മളും എന്ത് ചെയ്യേണ്ടതുണ്ട്, സെല്ല് ചെയ്യേണ്ടതുണ്ട്. സോ ആ 20 രൂപക്ക് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് 20 രൂപയാണ്. ദെൻ അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ 20 രൂപ സെല്ലിംഗ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 5 രൂപ പ്രോഫിറ്റാണ്. സോ 15 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. 15 രൂപക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാക്സിമം അലവബിൾ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എത്രയാണ്, 15 രൂപയാണ്. സോ നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മാക്സിമം എത്ര രൂപ ചെലവഴിച്ചിട്ടാണ്, എത്ര രൂപയുടെ കോസ്റ്റിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള, ആ രീതിയിൽ വേണ്ടിയിട്ടുള്ള നമ്മുടെ റീഡിസൈനിങ്ങും അതുപോലെ തന്നെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ റിസർച്ചും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വർക്കും എല്ലാം നമ്മൾ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോസ്റ്റ് മാനേജ്മെന്റ് ടൂൾ ഫോർ റെഡ്യൂസ് ഓവറോൾ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ലൈഫ് സൈക്കിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് റീ എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡിസൈൻ. അതായത് ഇതൊരു കോസ്റ്റ് മാനേജ്മെന്റ് ടൂളാണ്. നമ്മുടെ ഓവറോൾ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിളിനെ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ എൻറ്റയർ ലൈഫിന്റെ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത്? ഡിസൈനിലൂടെ, റിസർച്ചിലൂടെ, അതുപോലെ തന്നെ റീ എഞ്ചിനീയറിംഗിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കോസ്റ്റ് ആണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ആ പ്രൊഡക്റ്റ് എത്ര രൂപക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് മൈനസ് ചെയ്യുന്നു. അതായത് ടാർഗറ്റ് കോസ്റ്റ് ഈക്വൽ ടു ആൻറ്റിസിപ്പേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ഡിസൈഡ് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഡിസൈഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്തിട്ടുള്ള നമ്മൾ കിട്ടുന്ന എമൗണ്ട് ആണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോസ്റ്റാണ് മാക്സിമം അലോബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള. അതായത് ഇതൊരു മാർക്കറ്റ് ഡ്രിവൺ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റിംഗ് മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്. കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സും അവരുടെ ഡിമാൻഡുകളും അതുപോലെ തന്നെ അവരുടെ വില്ലിങ്നെസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസും കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് കസ്റ്റമേഴ്സിനെ ഓറിയന്റഡ് ആയിട്ടുള്ള, കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള കോസ്റ്റിൽ, കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ടാർഗറ്റ് കോസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ് പ്രോസസ്. ഈ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് എൻഷുർ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത്. അതിന് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് റിക്വയർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് റിക്വയർ ചെയ്യുന്ന ആ ഒരു പ്രൈസിൽ, അവർ റിക്വയർ ചെയ്യുന്ന ആ ഒരു ഡെലിവറി ടൈമിൽ, അവർ റിക്വയർ ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ടു മോട്ടിവേറ്റ് ഓൾ കമ്പനി എംപ്ലോയീസ് ടു അച്ചീവ് ദ ടാർഗറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഈ 3 പർപ്പസോട് കൂടിയിട്ടാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് പ്രോസസ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ടാർഗറ്റ് കോസ്റ്റ്. നമ്മൾ ഈ ടാർഗറ്റ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അതായത് ടാർഗറ്റ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. പ്രധാനമായിട്ട് 3 മെത്തേഡ്സ് ആണുള്ളത്: സബ്ട്രാക്ഷൻ മെത്തേഡ്, അഡീഷൻ മെത്തേഡ്, ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ സബ്ട്രാക്ഷൻ മെത്തേഡ്. സബ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതേ ലൈനിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ട്, ആ സോപ്പ് തന്നെ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു സോപ്പ് തന്നെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആ സോപ്പിന് എത്രയാണ് റേറ്റ്, അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ആ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ടാർഗറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആൻറ്റിസിപ്പേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ഡിസൈർഡ് പ്രോഫിറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ലിംഗ് പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സെല്ലിംഗ് പ്രൈസിൽ നിന്നും നമ്മുടെ ഡിസൈർഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അഡീഷൻ മെത്തേഡാണ്. അഡീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റ് ഡാറ്റാസ്, നമ്മുടെ ഓർഗനൈസേഷനിലെ പാസ്റ്റ് കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടും നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിനെയാണ് അഡീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ കോസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയും നിലവിലെ ടെക്നോളജിയും എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു ഫോൾട്ട് അല്ലെങ്കിൽ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ കമ്പനിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഫോൾട്ടാണ്, ഒരു എററായിട്ട് പറയുന്നുണ്ട്. അതായത് ടാർഗറ്റ് കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെയിൻ ഫംഗ്ഷൻസ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ മെയിൻ ഫംഗ്ഷൻസിൻ്റെ കോസ്റ്റ് ഇൻറ്റു 1+ നമ്പർ ഓഫ് എക്സ്ട്രാ ഫംഗ്ഷൻസ്, അതായത് നമുക്ക് എത്ര എക്സ്ട്രാ ഫംഗ്ഷൻസ് വേണമെന്നുള്ളതും ദെൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻസ്, നിലവിൽ എന്തെല്ലാം ഫംഗ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഡീഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ്. ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സബ്ട്രാക്ഷൻ മെത്തേഡിൻ്റെയും അഡീഷൻ മെത്തേഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. അതായത് 2 മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് നമുക്ക് അഡീഷൻ മെത്തേഡിൽ ഒരു ആൻസർ കിട്ടും, ഒരു കോസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ മെത്തേഡിലും ആ മെത്തേഡ് ഉപയോഗിച്ചാൽ കഴിഞ്ഞാലും നമുക്കൊരു കോസ്റ്റ് കിട്ടും. അത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടാർഗറ്റ് കോസ്റ്റിംഗ് പ്രോസസ്സ്. അതായത് എങ്ങനെയാണ് ഈ ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് എ സെല്ലിംഗ് പ്രൈസ് ഫോർ ദി പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷിംഗ് എ ടാർഗറ്റ് പ്രോഫിറ്റ് ഫോർ ദി പ്രോഡക്റ്റ്. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എത്ര എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഡിറ്റർമൈനിങ് ദ ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സ് വളരെ 3 പ്രോസസ്സാണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം ആ ഒരു സെല്ലിംഗ് പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ റിസർച്ചസ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അതുപോലെ തന്നെ വാണ്ട്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം ഈ ഇത്രയും ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഫങ്ഷൻസ് നടത്തിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ആ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ടാർഗറ്റ് കോസ്റ്റിംഗിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് എയിംസ് അറ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ടാർഗറ്റ് കോസ്റ്റിങ്ങിലൂടെ നമ്മുടെ കമ്പനി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മാർക്കറ്റിൽ നിലവിൽ ആ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെ, പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ അത് ആ ലൈനിൽ വരുന്ന അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതേ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ വളരെ റേറ്റ് കുറഞ്ഞിട്ട് മറ്റു കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു റേറ്റിലേക്ക്, ആ ഒരു പ്രൈസിൽ നമ്മൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ നല്ലൊരു പോർഷൻ, നല്ലൊരു ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ നൽകിയിട്ട് തന്നെയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് എക്സലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു എക്സലൻസ് കൊണ്ടുവരാൻ, നല്ലൊരു എന്താ പറയുക, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ യൂസ്ഫുൾ ഫോർ ന്യൂ പ്രൊഡക്ട്സ്, നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ആണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എൻഹാൻസസ് എംപ്ലോയി അവയർനെസ് ആൻഡ് എംപവർമെൻറ്റ്. അതുപോലെ തന്നെ ടാർഗറ്റ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എംപ്ലോയീസിൻ്റെ അവയർനെസ്സും എംപ്ലോയീസിൻ്റെ എംപവർമെൻറ്റും ഒക്കെ കൂടി വരാൻ, എൻഹാൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് റിക്വയർസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡാറ്റ. നമുക്ക് ഒരുപാട് കോസ്റ്റ് ഡാറ്റാസ് ആവശ്യമാണ്. കാരണം നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോസ്റ്റിനെ കുറിച്ച് അറിയണം, അവരുടെ പ്രൈസിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണം, കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻസ് അറിയണം. ഇതുപോലെ ഒരുപാട് ഡാറ്റാസ്, ഒരുപാട് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസും അല്ലാത്ത ഡാറ്റാസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ റിക്വയർസ് വില്ലിംഗ്നെസ് ടു കോപ്പറേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ ടീമുമായിട്ടും കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർസ് മെനി മീറ്റിംഗ് ഫോർ കോർഡിനേഷൻ. അതുപോലെ തന്നെ അങ്ങനെ ഒരു കോർഡിനേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മീറ്റിംഗ്സും ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേ റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഇത് ക്വാളിറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ നിലവിൽ വളരെ കുറഞ്ഞ ഒരു പ്രൈസിലും ഒരു പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെങ്കിൽ ആ പ്രൈസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആ പ്രൈസിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള കോമ്പണൻസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ആ പ്രൊഡക്റ്റ് കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ നമ്മുടെ ക്വാളിറ്റിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോള് എന്തെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈൻ ടീമുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ടീമായിട്ടാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. കാരണം ഈ ഡിസൈൻ ടീമിന് ഒരുപാട് ഹെൽപ്പ്, ഒരുപാട് ഇൻഫർമേഷൻസ് ഈ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അതിൽ നൽകുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അദ്ദേഹം അത് നൽകേണ്ടത് അദ്ദേഹം നടത്തിയിട്ടുള്ള ABC അനാലിസിസിൻ്റെയും അതുപോലെ തന്നെ ഡിസൈൻ സ്കെച്ചിൻ്റെയും ഒക്കെ ബേസിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസൈൻ ടീമിന് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ ഈ ഒരു ഡിസൈൻ ടീമിനെ, പ്രൊജക്ട് ടീമിനെ കോസ്റ്റ് അക്കൗണ്ടന്റ് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് ട്രേഡ് ഓഫ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്രൊജക്ട് ടീമുമായിട്ട്, ഡിസൈൻ ടീമുമായിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റും ടാർഗറ്റ് കോസ്റ്റും കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് കമ്പാരിസൺ ഒക്കെ നടത്തേണ്ടത്. സോ ഈ രീതിയിൽ കോസ്റ്റ് അക്കൗണ്ടന്റിന് വലിയൊരു റോള് ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ടാർഗറ്റ് കോസ്റ്റിംഗ് ആൻഡ് കേസൺ കോസ്റ്റിംഗ്. ടാർഗറ്റ് കോസ്റ്റിങ്ങും കേസൺ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിസൈൻ ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്ത് അത് പ്ലാൻ ചെയ്ത് അതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയിരിക്കും. എന്നാൽ കേസൺ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്ത് അത് പ്രൊഡക്ഷൻ ഫേസിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കേസൺ കോസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ടാർഗറ്റ് കോസ്റ്റിംഗ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളതാണ്. ബട്ട് കേസൺ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സീനിയർ മാനേജ്മെൻറ്റ് ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്യുന്ന ടാർഗറ്റ്സ്, പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ്സുകളാണ് ഏതിൽ വരുന്ന പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത്, കേസൺ കോസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത്, ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റിലാണ്. ബട്ട് കേസൺ
കേസൻ കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് കേസൻ കോസ്റ്റിങ്ങിൽ വർക്കേഴ്സിനെല്ലാം റെസ്പോൺസിബിലിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ കേസൻ കോസ്റ്റിംഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസൻ കോസ്റ്റിംഗ് എൻറ്റർ ടീമാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവ്രിവെയർ എവ്രി വൺ അല്ലെ, എല്ലാവർക്കും ഉള്ളതാണ്, എല്ലായിടത്തും കേസൻ കോസ്റ്റിംഗ് വരുന്നതാണ്, കേസൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ മാത്രം അക്കമ്പനി ചെയ്യുന്നതാണ്, സെറ്റ് ഓഫ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൽ മാത്രം അക്കമ്പനി ചെയ്യുന്നതാണ്. അതായത് എല്ലായിടങ്ങളിലും എന്ത് ചെയ്യുന്നില്ല, ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ്. ദെൻ ടാർഗറ്റ് കോസ്റ്റിംഗ് നെക്സ്റ്റ് പറയുന്ന ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡിസൈനിലാണ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കേസൻ കോസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ്. അതിൽ എന്തെങ്കിലും ഇൻഎഫിഷ്യൻസീസ് ഉണ്ടോ, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ആവശ്യമില്ലാത്ത വല്ല കാര്യങ്ങളുണ്ടോ, വേസ്റ്റേജ് വല്ലതും വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത് പൊട്ടൻഷ്യൽ കോസ്റ്റ് റിഡക്ഷൻസ് ആർ സ്മോളർ വിത്ത് കേസൻ കോസ്റ്റിംഗ് ബിക്കോസ് ദ പ്രൊഡക്ട്സ് ആർ ഓൾറെഡി ഇൻ ദ മാനുഫാക്ചറിംഗ് സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് സൈക്കിൾസ് ആസ് കമ്പയർഡ് വിത്ത് ദി ടാർഗറ്റ് കോസ്റ്റിംഗ്. അതായത് കേസൻ കോസ്റ്റിംഗിൽ നമ്മുടെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കേസൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കേസൻ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ കേസൻ കോസ്റ്റിംഗിൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയ സ്മോളർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള റിഡക്ഷൻസ് ആണ് നമ്മൾ ഈ ടാർഗറ്റ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ടാർഗറ്റ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ന്യൂ പ്രൊഡക്ട്സ് വൈൽ കേസൻ കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കോസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വൈൽ കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ ആ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സുകളുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേസൻ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ടാർഗറ്റ് കോസ്റ്റിങ്ങും ട്രഡീഷണൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോസ്റ്റാണ് അല്ലെ. നമ്മൾ ആദ്യം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ബട്ട് ഇൻ ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കോസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രൈസ്. അതായത് പ്രൈസാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്, ആ പ്രൈസിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റോട് കൂടിയിട്ട് നമുക്കിത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് കൺട്രോളും അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷനും ഒന്നും എന്തല്ല അത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന് അത്ര എഫക്റ്റീവായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഇൻ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്സിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നമുക്ക് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. ആ ഒരു ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ആ കോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ആ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ റീഡിസൈനിലൂടെയും അതുപോലെ തന്നെ റീ എഞ്ചിനീയറിംഗിലൂടെയും ഒക്കെ നമ്മൾ ആ ഒരു എഫേർട്ടുകൾ എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ടാർഗറ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് റിഡ്യൂസിങ് ഏതിലാണ് നടക്കുന്നത്, ടാർഗറ്റ് കോസ്റ്റിങ്ങിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച്. ഒരിക്കലും ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്തല്ല, കസ്റ്റമർ ഓറിയൻറ്റഡ് അല്ല. പക്ഷെ നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗിൽ പറഞ്ഞു ടാർഗറ്റ് കോസ്റ്റിംഗ് എന്താണ്, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. നെക്സ്റ്റ് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഡ്രിവൻ ആണ്. നമ്മൾ കസ്റ്റമർ ഓറിയൻറ്റഡ് അല്ല, കോസ്റ്റ് ഡ്രിവൻ ആണ്. എന്നാൽ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡ്രിവൻ അപ്രോച്ച് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റിംഗ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്ട്സ് വെയർആസ് ടാർഗറ്റ് കോസ്റ്റിംഗ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ന്യൂലി ലോഞ്ച്ഡ് പ്രൊഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിഫറൻസ് പോലെ തന്നെ ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സൂട്ടബിൾ ആകുന്നത്. എന്നാൽ ടാർഗറ്റ് കോസ്റ്റിംഗ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള എപ്പോഴാണ്, പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുകളുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ടാർഗറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ടാർഗറ്റ് കോസ്റ്റിംഗും ട്രഡീഷണൽ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ്. നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൈസ് ലെഡ് കോസ്റ്റിംഗ്, അതായത് പ്രൈസ് കോസ്റ്റിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രൈസിൽ നിന്നായിരിക്കണം കോസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് പ്രൈസ് മൈനസ് റിക്വയർഡ് പ്രോഫിറ്റ് മാർജിൻ ഈക്വൽ ടു ടാർഗറ്റ് കോസ്റ്റ്. അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം നമ്മുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്.
രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് എന്നാണ്. അതായത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കണം. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് ക്വാളിറ്റി റിക്വയർമെൻറ്റ്, കോസ്റ്റ് റിക്വയർമെൻറ്റ്, ടൈം റിക്വയർമെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ആ റിക്വയർമെൻറ്റിൻ്റെ ബേസിലായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് പ്രോസസ് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ, എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന കോസ്റ്റിനേക്കാൾ വലുതായിരിക്കണം. അതായത് കസ്റ്റമേഴ്സിന് എപ്പോഴും വലിയ ഒരു വാല്യൂ നൽകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. തേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഫോക്കസ് ഓൺ ഡിസൈൻ. ദാറ്റ് മീൻസ് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, കോസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഡിസൈൻ സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ലോവർ കോസ്റ്റിലേക്കും അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിയും അതിൻ്റെ വാല്യൂസ് കൂട്ടുന്ന തരത്തിലും അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിസൈൻ സ്റ്റേജിൽ നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, ക്രോസ് ഫങ്ഷണൽ ഇൻവോൾവ്മെന്റ്. That means cross-functional product and process teams are responsible for the entire product from initial concept through final production. അതായത് ക്രോസ് ഫങ്ഷണൽ പ്രൊഡക്റ്റ് ടീം, ആ ഒരു പ്രോസസ് ടീമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ് മുതൽ ഫൈനൽ പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്കാണ്. അതായത് ഇത് ഡിസൈൻ സ്റ്റേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഡിസൈൻ സ്റ്റേജ് മുതൽ മാർക്കറ്റിലെ കൊമേഴ്ഷ്യലൈസേഷൻ വരെയുള്ള എൻ്റയർ പ്രോസസ്സിലേക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിരിക്കും വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, വാല്യൂ ചെയിൻ ഇൻവോൾവ്മെന്റ്. അതായത് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിംഗിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഇതിന് ഡിസൈനേഴ്സ് മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്ന സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ആൻഡ് സിക്സ്ത് വൺ ഈസ് എ ലൈഫ് സൈക്കിൾ ഓറിയന്റേഷൻ. അതായത് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സൈക്കിളാണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റയർ ലൈഫിലേക്കുള്ളതാണ്. അതായത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് വെറും ഒരു പർച്ചേസ് പ്രൈസിന് മാത്രമല്ല, പർച്ചേസ് പ്രൈസ് പോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോസ്റ്റുകളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷനിൽ ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം നോക്കാം. അതായത് ഒരു വാച്ച് കമ്പനിയെ കുറിച്ചുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ ജസ്റ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ഒരു ഒമേഗ എന്ന് പറയുന്ന ഒരു വാച്ച് കമ്പനിയാണ്. അവർ പുതിയൊരു മോഡൽ വാച്ച് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവർ സർവേ നടത്തിയിട്ട് അവർക്ക് മനസ്സിലായി ഈ ഒരു സെയിം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള വാച്ച് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് ഏകദേശം 200 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 200 ആണ്. 200 നിന്നാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 50,000 യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു വാച്ച് നമുക്ക് ആനുവലി നമുക്ക് സെയിൽസ് നടത്താൻ കഴിയുമെന്നുള്ളതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വാച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 10 ലക്ഷം രൂപ, 10 lakh rupees ആണ് അവർ ആവശ്യമായിട്ട് അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അവർ കമ്പനി ആഗ്രഹിക്കുന്നത് 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ടാർഗറ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഒന്ന് നമ്മുടെ വാച്ചിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 ആണ് അല്ലേ. സോ 50,000 വാച്ചാണ് നമ്മൾ സെല് ചെയ്യുന്നത്. സോ 50,000 into 200 അതാണ് നമ്മുടെ പ്രൊജക്റ്റഡ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ മാക്സ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 50,000 യൂണിറ്റ് സെല് ചെയ്യുന്നു. ഒരു വാച്ചിന് 200 രൂപ. സോ 50,000 into 200 ദാറ്റ് ഈസ് 1 crore. ദെൻ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. സോ 20% ഓഫ് ₹1 crore സെയിൽസിൻ്റെ 20% ദാറ്റ് ഈസ് 20 lakh. ഓക്കെ. ദെൻ ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 50,000 വാച്ചിൻ്റെ ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 കോടിയാണ്. 1 crore ആണ് നമ്മുടെ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് 20 lakh കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 80 lakh ആണ് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ് ഫോർ 50,000 വാച്ച്. സോ പെർ വാച്ച്, ഒരു വാച്ചിന് എത്രയാണ് ഇപ്പോൾ വരിക? ₹80 lakh. Then divided by 50,000. 80 lakhന് നമ്മൾ 50,000 വാച്ചാണുള്ളത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ₹160 ആണ് ഒരു വാച്ചിൻ്റെ കോസ്റ്റ് എന്ന് പറയും. സോ നമ്മൾ ആ വാച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എത്ര രൂപക്കാണ്? 160 രൂപക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 20% പ്രോഫിറ്റോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വാച്ച് 200 രൂപക്ക് സെയിൽസ് നടത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ ടാർഗറ്റ് കോസ്റ്റ് കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതോടൊപ്പം ഈ 160 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാക്കിയിട്ട് മാറ്റുന്നു. കാരണം ഇത് മാനുഫാക്ചറിങ്ങിന് വേണം, മാർക്കറ്റിങ്ങിന് വേണം, ഡിസ്ട്രിബ്യൂഷന് വേണം, ആഫ്റ്റർ സെയിൽ സർവീസിന് വേണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അത് ലൈഫ് സൈക്കിളിലേക്ക്, ഒരു ലൈഫിലേക്ക്
പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റാണ് നമ്മൾ ഈ 160 എന്ന് പറയുന്നത്. സോ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റുകളാക്കിയിട്ട് നമ്മളത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫങ്ഷണൽ ഏരിയാസും നമ്മുടെ മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാവർക്കും റെസ്പോൺസിബിൾ ആണ് എന്തിന്, ഈ ടാർഗറ്റ് കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ വർക്കുകൾ അവരുടെ ജോബുകൾ അവർ ചെയ്തു തീർക്കാൻ അവർ റെസ്പോൺസിബിൾ ആണ്. ഇത്രയാണ് ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ പ്രധാനമായിട്ടും പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സോ എന്താണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. എന്താണ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഇൻട്രൊഡക്ഷൻ മുതൽ ഡിക്ലൈൻ വരെയുള്ള, അതായത് ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ആ പ്രൊഡക്റ്റ് ഉപയോഗശൂന്യമായി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു എൻറ്റയർ പീരിയഡിനെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു എൻറ്റയർ ലൈഫ് ടൈമിലേക്കുള്ള കോസ്റ്റിനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ടൈമിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകളെ എസ്റ്റിമേറ്റ് ചെയ്യുക, കോസ്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, കോസ്റ്റുകളെ പ്രിഡിക്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ വരുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു CIMA, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് ഒബ്റ്റെയിനിങ് ഓവർ ദെയർ ലൈഫ് ടൈം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ടൈമിലേക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ കോസ്റ്റുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദി ബെസ്റ്റ് യൂസ് ഓഫ് ഫിസിക്കൽ അസറ്റ്സ് അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് എൻറ്റിറ്റി. ദെൻ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഫിസിക്കൽ അസറ്റുകളെയും മിനിമം കോസ്റ്റിൽ ലോവസ്റ്റ് കോസ്റ്റിൽ നമ്മൾ വളരെ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. സോ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ടൈമിൽ വരുന്ന മുഴുവൻ കോസ്റ്റുകളും, അതായത് ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മൾ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഡിസ്പോസൽ വരെയുള്ള മുഴുവൻ പ്രോസസ്സുകൾക്കും ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റുകളെ എസ്റ്റിമേറ്റ് ചെയ്യുക, കോസ്റ്റുകളെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ മുഴുവൻ സ്റ്റേജിലെയും കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡിൽ, ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫിൻ്റെ എൻഡിൽ നമുക്ക് എത്ര പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്, ഈ കോസ്റ്റ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൈസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻ്റർ ലൈഫിലേക്ക് വരുന്ന കോസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ ലോങ് ടേം പിക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് ലൈൻ പ്രോഫിറ്റബിലിറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോങ് ടേമിലേക്കുള്ള ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡിൽ, ആ പ്രൊഡക്റ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ എൻഡിൽ അത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ആ ഒരു ലോങ് ടേം പിക്ചർ നമുക്ക് ഇതിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന് ഇത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ടേക്കിംഗ് ഡിസിഷൻ റിലേറ്റിംഗ് ടു വേരിയസ് ആസ്പെക്ട്സ് ലൈക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പ്രൊഡക്റ്റ് ഡിസൈൻ, അതുപോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നൽകിക്കൊണ്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് അഡ്വൈസസ് ദി മാനേജ്മെന്റ് ആസ് ടു വിച്ച് ദി പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ട്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് വിച്ച് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂഡ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഏത് പ്രൊഡക്റ്റാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു അഡ്വൈസ് മാനേജ്മെന്റിന് നൽകാനും നമുക്ക് ഈ ഒരു ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിലൂടെ സാധിക്കും. കാരണം നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളുടെയും ലൈഫ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും എൻഡിൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലൈഫ് സൈക്കിൾ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിന് കൂടുതൽ കോസ്റ്റ് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. സോ നല്ല പ്രൊഡക്റ്റ് ഏതാണ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് ലോങ് ടേമിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.
നെക്സ്റ്റ് ഫേസസ് ഇൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ. കമ്പനികളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ സെയിൽസ് വളരെ കുറവായിരിക്കും. എന്നാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. കാരണം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രൊമോഷണൽ എക്സ്പെൻസുകളൊക്കെ നമുക്ക് വരും. ഒരുപാട് പ്രൊമോഷണൽ സ്ട്രാറ്റജീസും അഡ്വർടൈസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റീച്ച് ഉണ്ടാവുള്ളൂ. ആ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സെയിൽസ് കുറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റും കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകളുടെ ആ ഒരു അവയർനെസ് ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക, പ്രൊഡക്റ്റുകളുടെ ട്രയൽസ് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക, ആ പ്രൊഡക്റ്റിന് കൂടുതൽ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ലോവലി നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്, മാർക്കറ്റിൽ അതിന് റീച്ച് കിട്ടിയിട്ടുണ്ട്, കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് അവെയർ ആണ്. സോ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? മെല്ലെ മെല്ലെ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. സോ നമ്മുടെ പ്രൊഡക്റ്റ് മെല്ലെ മെല്ലെ സെയിൽസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ സെയിൽസ് കൂടുന്നതോടുകൂടി നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ കൂടി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്ലൈറ്റ്ലി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിലനിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ഒരു വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു മാക്സിമൈസ് ദി മാർക്കറ്റ് ഷെയർ. നമ്മുടെ മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റിയാണ്. ഈ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസസ് നമ്മൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കുറയുന്നതായിട്ട് കാണാൻ കഴിയും. ഹൈ കോമ്പറ്റീഷൻ വരുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. കാരണം പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂടുതലായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ് ടു ഡിഫെൻഡ് മാർക്കറ്റ് ഷെയർ ബൈ മെയിൻറ്റെയിനിങ് ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ലെവൽസ്. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടും നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഡിക്ലൈൻ. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എൻഡാണ്. അതായത് നമ്മുടെ ഡിമാൻഡ് എല്ലാം വളരെ കുറഞ്ഞു, നമ്മുടെ സെയിൽസ് വളരെ കുറഞ്ഞു, നമ്മുടെ പ്രൈസ് വളരെ കുറഞ്ഞു. ഇവിടെ യാതൊരു പ്രൊമോഷണൽ എക്സ്പെൻസും വരില്ല. കാരണം നമ്മൾ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. ഇനി ഈ പ്രൊഡക്റ്റുകൾ ആരും പർച്ചേസ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ മിനിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കൂടുതലായിട്ട് മോഡിഫൈ ചെയ്തിട്ട് നല്ല ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക മാർക്കറ്റിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ആണ്. അതായത് പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാർക്കറ്റിൽ റിസർച്ച് നടത്തേണ്ടതുണ്ട്. കാരണം കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്, അതായത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റിന് അവർ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്മുടെ ഡിസൈനറെയും എൻജിനീയറെയും നമ്മൾ അറിയിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയും, നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ
സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ സ്പെസിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ റിസർച്ച് നടത്തിയതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിസർച്ച് റിസൾട്ടിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള അവർ റിക്വയർ ചെയ്തിട്ടുള്ള ലൈഫിൽ, അവർ റിക്വയർ ചെയ്തിട്ടുള്ള ഡെലിവറി ഡേറ്റിൽ, അവർ റിക്വയർ ചെയ്തിട്ടുള്ള നമ്പറിൽ നമുക്ക് മാക്സിമം നമ്മുടെ കമ്പനിക്ക് പെർമിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ എന്നുള്ളതാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ലോട്ട് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്രോയിങ്സിൽ നിന്ന്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ചെറിയ ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, ഏത് രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സ്റ്റഡി ചെയ്ത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിലൂടെ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മോഡൽ പ്രിപ്പറേഷനാണ് പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോടൈപ്പ് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് സ്റ്റേജിലേക്ക് പോകും, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടൂളിംഗ് അപ്പ് ഫോർ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അതായത് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ മെഷീൻസ്, സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജിഗ്സ്, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വലിയ ലാർജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡിയാക്കുന്നു എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് മാനുഫാക്ചറിങ് ദി പ്രൊഡക്റ്റ്, അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സിക്സ്ത് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സെവൻത്ത് സ്റ്റേജ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ്, നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സെവൻത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് പ്രൊഡക്റ്റ് സപ്പോർട്ട് സർവീസാണ്, ആഫ്റ്റർ സെയിൽ സർവീസാണ് നമ്മൾ നൽകുന്നത്. കാരണം ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എൻഡ് വരെ, ഡിസ്പോസൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും സ്റ്റേജുകളിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ പറയുന്നത്.